കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുഴവ വേണം കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുഴവ വേണം വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ കറുത്ത ചിറകു വച്ചോരര എന്ന പിട പോലെ കുതിച്ചു കുതിച്ചു വായും കുതിര പോലെ തോൽവി എന്തെന്നറിയാത്ത തല താഴ്ത്താനറിയാത്ത കാവാലം ചുണ്ടനിത ജയിച്ചു വന്നു തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു
അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഏവർക്കും സ്വാഗതം. സാംസ്കാരിക കലാരംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത അതിസവിശേഷമായ ഒരച്ചാണ് മഹാരാജാസ്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, കാരണം നിങ്ങളെല്ലാം മഹാരാജാസിൽ പഠിച്ചു പോയവരാണ് അല്ലേ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഓക്കെ, ഇനിയും ഇതുവരെ പോലെ തന്നെ ഇനിയും അനേകം വ്യക്തിത്വങ്ങൾക്ക് അടിത്തറയിടാൻ അർത്ഥങ്ങളുടെ ഒരു സംഗമത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മഹാരാജാസ് എന്ന ഈ കലാലയം ഇന്ന്. ഇതിനായി സജീവമായി പ്രവർത്തിച്ച മഹാരാജാസ് കോളേജിന്റെ ഓൾ സ്റ്റുഡൻസ് അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. 75-80കളിലെ ഈ കൂട്ടായ്മയിലെ ഏറ്റവും അഭിമാനം ഇത്രയും അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ്. അവരെ ആദരിക്കാനുള്ള ഒരു വേദിയായി ഇപ്പോൾ ഈ നിമിഷം മാറിയതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. വേദിയിലെത്തിയിട്ടുള്ള എല്ലാ അതിഥികൾക്കും ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മഹാരാജാസ് വിളിച്ചാൽ ലോകത്തിൻ്റെ ആദ്യ പങ്കിന് ക്ഷണിക്കുന്നതിനായി മഹാരാജാസ് കോളേജിലേക്ക് ക്ഷണിക്കുകയാണ്. സാജൻ മദാളി ദയവായി സ്റ്റേജിലേക്ക് വരണമെന്നത്. 78 കാലഘട്ടത്തിലെ കോളേജ് യൂണിയൻ ചെയർമാൻ നാരായണൻ പോറ്റി ദയവായി സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജോൺസൺ വർഗീസ് മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാൻ 1979-80 ദയവായി സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഹാരാജാസിൻ്റെ എക്കാലത്തെയും അഭിമാനമായ 2 അധ്യാപക ശ്രേഷ്ഠർ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ നിറവ് ഏറ്റുവാങ്ങിയവരാണ് ആ 2 പേർ. മഹാരാജാസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, നമ്മുടെ നാവുകളിലേക്ക് ഓടിയെത്തുന്ന ആ പേരുകൾ പ്രൊഫസർ MK സാനു മാസ്റ്റർ ദയവായി കേരളത്തിൻ്റെ എഴുത്തമ്മയാരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. മഹാരാജാസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഞങ്ങൾ ടീച്ചറുടെ ഡോക്ടർ M ലീലാവതിയെ സഹർഷം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിനി നേതാവായി കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് തെളിഞ്ഞ് നിൽക്കുന്ന രാജ്യസഭ അംഗമായ നമ്മുടെ പ്രിയങ്കരിയായ TN സീമ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ കലാലയത്തിലുണ്ട്. സഹർഷം സ്വാഗതം ചെയ്യട്ടെ TN സീമയെ വേദിയിലേക്ക്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മഹാരാജാസിന്റെ എല്ലാ കാര്യങ്ങളിലും ഏത് നിമിഷവും വിളിച്ചാലും ഓടിയെത്തുന്ന KS രാധാകൃഷ്ണനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി മിസ്റ്റർ PN ഉണ്ണിരാജ് IPS. മിസ്റ്റർ PN ഉണ്ണിരാജ് IPS, ഡെപ്യൂട്ടി ഓഫ് പോലീസ് ട്രിവാൻഡ്രം, സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് ഓഫ് കേരള. അഡ്വക്കേറ്റ് MM മോനായി, എക്സ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, വേദിയിലേക്ക്. മിസ്റ്റർ AB സാബു, എക്സ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നന്ദി പറയുന്നു. ഇത്രയും തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ മഹാരാജാസിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആദ്യമായി ഒരു പ്രാർത്ഥനയാണ്. പ്രയറിന് വേണ്ടിയിട്ട് ശ്രീമതി ഭുവനേശ്വരി, ശ്രീമതി പാർവതി മോഹൻ, ശ്രീമതി ഗീത ആനന്ദ് ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. अखिल कृजेत्री मैत्रीं भजत अखिल कृजेत्री मैत्रीं भजत अखिल कृजेत्री आत्मवदेव परानपि पश्यत आत्मवदेव परानपि पश्यत युद्धं त्यजत स्पर्धां त्यजत युद्धं त्यजत स्पर्धां त्यजत त्यजत परेष्यां क्रममाक्रमणं त्यजत परेष्यां क्रममाक्रमणम् जननी पृथिवी कामदुःखास्ते जननी पृथिवी कामदुःखास्ते जनको देवर सकल दयालो सकल दयालो दाव्यत दत्त दयदं जनः दाव्यत दत्त दयदं जनः श्रेयो भूयात् श्रेयो भूयात् सकल जनानां सकल जनानां श्रेयो भूयात् सकल जनानां. ശ്രീമതി ഗീത ആനന്ദ്. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 75-80 കാലയളവിൽ നമ്മുടെ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന സഹോദരികളാണ് ഇവര്. അടുത്തതായി 75-80കളിലെ കൂട്ടായ്മയിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സുഹൃത്തുക്കളുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായി 79-80 UUCയും ഇപ്പോൾ നമ്മുടെ CDCയിലെ ഒരു മെമ്പറുമായ മിസ്റ്റർ ജയചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ സാജൻ മണ്ണാടി അഡ്വക്കേറ്റ്, PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ, TMC MP ജോൺസൺ വർഗീസ്, മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ലതാരജ്, വേണു രാജാമണി, IFS ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ സെക്രട്ടറിയാണ് വേണു രാജാമണി, നമ്മുടെ പ്രിയങ്കരരായ സാലു മാസ്റ്റർ, ഡോക്ടർ ലീലാവതി, കൊച്ചി നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവ്, മഹാരാജാസ് കോളേജിലെ സജീവ KSU നേതാവുമായിരുന്ന സാബു, പ്രശസ്ത കാർട്ടൂണിസ്റ്റും മുൻ MLAയുമായിരുന്ന മഹാരാജാസ് കോളേജിൻ്റെ സംഭാവനയായ MMനായി, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠരെ, പഴയ വിദ്യാർത്ഥികളെ കാണുവാനും അവരെ അനുഗ്രഹിക്കാനും നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ഈ കലാലയത്തിൽ കടന്നു വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നെ സംഘാടക സമിതി 75-80 കാലഘട്ടത്തിൽ
ഇതിൻ്റെ സംഘാടക സമിതി മാത്യുവും അബ്ദുൾ റഹ്മാൻ ചെന്നൈയും സാബുവും എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന കൊണ്ടലാണ് മൺമറഞ്ഞു പോയവരെ സ്മരിക്കുക എന്നുള്ളത്. മഹാരാജാസിൽ നമ്മോടൊപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മോടൊപ്പം പൊട്ടിച്ചിരിക്കുകയും നമ്മുടെ ഭാഗമാകുകയും ചെയ്ത ഒത്തിരി പേർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഏത് ചടങ്ങ് തുടങ്ങുമ്പോഴും ആദരാഞ്ജലികളും സ്മരണാഞ്ജലികളും അർപ്പിക്കുക എന്നുള്ളത് മഹാരാജാസിൻ്റെ എക്കാലത്തെയും പ്രത്യേകതയാണ്. 2006 സംഗമത്തിലും 2008 സംഗമത്തിലും 2012 മഹാരാജകീയത്തിനും നമ്മൾ അനുവർത്തിച്ചു പോകുന്ന ഒരു ചടങ്ങാണ്. അതിലേക്ക് കിടക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, നമ്മുടെ പ്രിയങ്കരായ കൂട്ടുകാർ, നമുക്ക് പ്രിയപ്പെട്ട അധ്യാപകർ, അവർ ഇന്ന് നമ്മോടൊപ്പമില്ല. ഈ ലോകം ഉപേക്ഷിച്ച് അവർ മറ്റൊരു ലോകത്തെത്തിച്ചേർന്നു കഴിഞ്ഞു. മരണം എന്ന വാതിലിനപ്പുറത്തേക്ക് അവർ മറന്നു കഴിഞ്ഞു. എങ്കിലും നമുക്കവരെ മറക്കാനാവില്ല. പല സന്ദർഭങ്ങളിലും നമ്മളവരെക്കുറിച്ച് ഓർമ്മിക്കും, അവരെക്കുറിച്ച് സംസാരിക്കും. ഈ കൂട്ടായ്മയിലും ഇനിയുള്ള സംഗമങ്ങളിലും അവർ നമുക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ വെറുതെ മോഹിക്കും. അവരുടെ സ്മരണ നമ്മുടെ കണ്ണുകളെ ഈർന്നണിയിക്കും, നമ്മെ വ്യക്തത കണ്ടരാക്കും. ഈ നിമിഷം അതാണ് ആദരാഞ്ജലികളുടെ, ബാഷ്പാഞ്ജലികളുടെ നിമിഷം. മഹാരാജാസ് കോളേജിൻ്റെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് അധ്യാപകൻ മധുക്കർ റാവു സാർ, പ്രൊഫസർ ശാന്ത, പ്രൊഫസർ ശങ്കരമേനോൻ, മേനോൻ കൃഷ്ണ, പ്രൊഫസർ ബാബു രാജേന്ദ്ര പ്രസാദ്, പ്രൊഫസർ സൈമൺ, പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ, പ്രൊഫസർ ലതാകുമാരി, പ്രൊഫസർ തങ്കമ്മ, ഡോക്ടർ TK സരളാദേവി, തുളസിയമ്മ, നമ്മുടെ കാലഘട്ടത്തിലെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന KK മാത്യു സാർ, പ്രൊഫസർ KR സാർ, പ്രൊഫസർ C അയ്യപ്പൻ, പ്രൊഫസർ A ഭാസ്കര കൈമൾ, പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന ഭരതൻ മാസ്റ്റർ, പ്രൊഫസർ T രാമചന്ദ്രൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട TR, പ്രൊഫസർ ബാലകൃഷ്ണൻ, പ്രൊഫസർ കുഞ്ഞലക്ഷ്മി, പ്രൊഫസർ കുഞ്ഞകൃഷ്ണൻ, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ OSAയുടെ മുൻ പ്രസിഡന്റ് NP ഔസേബ് സാർ, മുൻ സെക്രട്ടറിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ദാരാ സിംഗ്, കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ അംഗമായിരുന്ന C വിജയരാഘവൻ, മഹാരാജാസ് കോളേജിലെ OSAയുടെ കാര്യദർശിയും മുൻ മേയറുമായിരുന്ന AK ശേഷാദ്രി, OSAയുടെ നേതാക്കളായ ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ, അഡ്വക്കേറ്റ് ബാലഗംഗാധര മേനോൻ, പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന MK കൃഷ്ണപിള്ള, കേരള ഗവൺമെൻറ്റിയുടെ ബ്യൂറോ ചീഫും ഇവിടുത്തെ വിദ്യാർത്ഥിയുമായിരുന്ന AK ദയാൽ, മനോരമയുടെ ന്യൂസ് എഡിറ്ററായിരുന്ന MG ഇന്ദുചൂടൻ, മഹാരാജാസ് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട C ബാലചന്ദ്രൻ എന്ന ബാബു, മുൻ MLA MK പുരുഷോത്തമൻ, മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സുനിൽ രാജ്, രാധാ വിനോദ് രാജു IPS, മാതൃഭൂമിയുടെ റീജിയണൽ മാനേജറായിരുന്ന ചെറിയൻ തോമസ്, DJ ജോയി, ഹൈജാക്കേഴ്സിൻ്റെ അഡ്വക്കേറ്റ് രവീന്ദ്രൻ, ക്യാപ്റ്റൻ കേരളവർമ്മ, AV രാജൻ, നമ്മുടെ പ്രിയപ്പെട്ട ഗോപാൽജി എന്ന ഗോപാലകൃഷ്ണൻ, കവിയും ഗാനരചയിതാവുമായിരുന്ന B ഭാസ്കരൻ മാസ്റ്റർ, പ്രൊഫസർ MN വിജയൻ, ഡോക്ടർ വർഗീസ് പുത്തൂരാൻ, ചാൾസ് മാഞ്ഞൂരാൻ, ആലീസ് മാഞ്ഞൂരാൻ, വിനയ് ശിവറാം, ചന്ദ്രമോഹൻ, വനജ, ജയശ്രീ, സതീദേവി, വിവിചന്ദ്ര, ഹാരിഷ് കോവിന്ദ്, കവിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട VK അനിയൻ, കേരള സർവകലാശാലയുടെ ക്യാപ്റ്റൻ, ഹോക്കിയുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന തോമസ്, ക്രിക്കറ്റ് താരമായിരുന്ന ജയരാജൻ കുട്ടൻ, പ്രശസ്ത ബാഡ്മിൻ്റൺ താരം രാമചന്ദ്രൻ, വുഡ്ലാൻഡ്സിലെ മധു, അകാല മൃത്യുവിനെതിരായ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ, ബ്രഹ്മദത്തൻ്റെ മുതലിപ്പാട്, ഇങ്ങനെ മഹാരാജാസിന് പ്രിയപ്പെട്ട ഒട്ടേറെ ആളുകൾ നമ്മെ വിട്ടുപിരിക്കും. അവരുടെ
സ്മരണയ്ക്ക് മുമ്പിൽ അവരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായി എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മഹാരാജാസ് കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. മലയാള സാഹിത്യത്തിന് ഒരിക്കലും മറക്കാനാവാത്ത, മലയാളത്തിന് ആദ്യമായി ജ്ഞാനപീഠം നേടുന്ന മഹാരാജാസിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ജി ശങ്കർ പ്രഭു മാഷിൻ്റെ 36ാം ജന്മദിനം മഹാരാജാസ് അഞ്ജലിബദ്ധനായി ശങ്കരപ്രഭു മാഷിനെ സ്മരിക്കുന്നു. ഒരിക്കൽ കൂടി ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മഹാരാജാസ് കോളേജിന്റെ വേൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന് എല്ലാവിധ സഹകരണങ്ങളും പിന്തുണയും നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ MV തോമസ്. അദ്ദേഹം 77-78 കാലങ്ങളിൽ നമ്മുടെ മഹാരാജാസ് കോളേജിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗം എന്നതിലുപരി നമ്മുടെ ആ കാലഘട്ടത്തിലെ മഹാരാജാസിനെ കുറിച്ച് ഒരു 4 വാക്ക് സംസാരിക്കുക കൂടി ചെയ്യാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. At the dais, dear friends, old colleagues and their families, we have all gathered here today to get reconnected. In fact, we had all, when we reassemble here today, when we see each other, some of us look almost the same as what we were while in the college those days. Some of us look slightly old. Some of us have grown up into very high levels intellectually. Some of us have climbed up the ladder in the political arena. Some of us bring here huge experience and competency in administration. Some of us are literary icons. Some of us are big business magnates. Irrespective of what we are all here today to get reconnected, and we are in fact putting the clock back 30-35 years back. Sitting here and looking at the campus, it looks like a great citadel of talents, a real crucible of eminent personalities, a great center of learning, envied by too many in not being a part of it. Maharajas is really a Maharaja, having turned out from its crucible so many excellent personalities of Kerala. In politics, in administration, in arts, in sports, in whichever field it is, what it has produced is far excellent. That way, I feel extremely proud of being a part of this excellent breeding ground. Take any field, for that matter, take any field. Politics, you see A.K. Antony, Vailar Devi, of course, our own dear Dr. Thomas Isaac,
a Binoy Vishwam, a T.N. Seema, a P.T. Thomas, to name a few of them. Take the science field, very many from here. Take the art and literature field, very many from here. That way, the cream of Kerala has been produced from here. Sometimes I used to wonder what makes it so attractive for such talents to come here. Is it a case of a good input giving you an excellent output? Or is it a case of the campus really developing us into excellent, molding us into excellent personalities by its quality of teaching or by its ambience being provided for growth? I don't know. But one thing is there, definitely the credit definitely goes to this excellent center of learning in having produced so many of excellent personalities of the state. In fact, when this event was mooted a couple of months back, somewhere towards the end of November, by Mr. M.P. Matthews. Matthews, in fact, was the chief editor of the College Union in 77-78. When he mooted this idea that let us call all ex-students of 75-80